ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ SIT അന്വേഷണം തൃപ്തികരമല്ല എന്നും കേസ് CBI അന്വേഷിക്കണമെന്നും മാർഗദർശക മണ്ഡലം സംസ്ഥാന കാര്യനിർവഹണ സമിതി. കടകംപള്ളി രഹസ്യമായും തന്ത്രിയെ പരസ്യമായും ചോദ്യം ചെയ്ത രീതി തുല്യനീതി നിഷേധമാണെന്നും മാർഗദർശക മണ്ഡലം അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. തെറ്റ് ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം. കടകംപള്ളിയെ രഹസ്യമായും തന്ത്രിയെ പരസ്യമായും ചോദ്യം ചെയ്ത രീതി തുല്യനീതി നിഷേധമാണെന്നും മാർഗദർശക മണ്ഡലം അധ്യക്ഷനും കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതിയുമായ സ്വാമി ചിദാനന്ദപുരി പറഞ്ഞു. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അഡ്മിനിസ്ട്രേറ്റീവ് പവറും മാനേജീരിയൽ പവറും ഉള്ളവർ ശിക്ഷിക്കപ്പെടാതെ നിൽക്കുന്നു. മാനേജീരിയൽ പവറാണ് ദേവസ്വം മിനിസ്റ്റർക്കുള്ളത്, അഡ്മിനിസ്ട്രേറ്റീവ് പവറാണ് ദേവസ്വം ബോർഡിനുള്ളത്. ഇത് രണ്ടും ഉണ്ടായിരിക്കെ തന്ത്രി ശിക്ഷിക്കപ്പെടുന്നു, അഥവാ ശിക്ഷയ്ക്ക് സമാനമായ അവസ്ഥയെ നേരിടുന്നു. അത്രയ്ക്കധികം ഇമേജ് ടാർണിഷിംഗ് നടക്കുക. അതേ കുറ്റക്കാരനാണെന്ന് സമൂഹം വിധിക്കുന്ന രീതിയിൽ സോഷ്യൽ മീഡിയ പ്രവർത്തനം നടക്കുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ ജുഡീഷ്യറിയെ പോലും സ്വാധീനിക്കുന്നത് ഒരു ഘടകം മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഭാഗത്തിന് മിണ്ടാതിരിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥ സംജാതമായതുകൊണ്ടാണ് നിഷ്പക്ഷമായി ഒരു അന്വേഷണം നടക്കണം. ഇപ്പോൾ അന്വേഷണം നിഷ്പക്ഷമാണെന്ന് കരുതാൻ പറ്റുന്നില്ല. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിലടക്കം അപഹരണം നടക്കുന്നുണ്ട്. ഇത്തരം എല്ലാ ക്ഷേത്രങ്ങളെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം നടത്തണം. സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണം കള്ളന്മാർ മോഷണക്കുറ്റം അന്വേഷിക്കുന്ന തുല്യമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കൂടാതെ മലബാർ ദേവസ്വം ബോർഡ് പുതിയ ക്ഷേത്രങ്ങളെ പിടിച്ചടക്കുന്നുണ്ടെന്നും ഓഡിറ്റ് കൃത്യമായി നടത്തുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഹിന്ദു സമാജത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും പലയിടങ്ങളിലും നടത്തുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, കോഴിക്കോട്.